ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു നമ്മൾ പറയാൻ പോകുന്നത് ഒരു കുട്ടിക്കടുവയുടെ മാന്ത്രിക പുഴ തേടിയുള്ള യാത്രയുടെ കഥയാണ്. അങ്ങ് ദൂരെ ഒരു മാന്ത്രികക്കാട്ടിൽ സാഹസികനും ദയാലുവുമായ ഒരു കുട്ടിക്കടുവ താമസിച്ചിരുന്നു. പേര് ടൈറോ. ഒരു ദിവസം അവന്റെ മുത്തശ്ശി അസുഖം ബാധിച്ചു കിടപ്പിലായി. ആകെ വിഷമിച്ച അവൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു തത്തമ്മ മാന്ത്രിക പുഴയെ പറ്റി മറ്റു മൃഗങ്ങളോട് പറയുന്നത് അവൻ കേട്ടു. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഈ കാടിന്റെ ഉൾഭാഗത്ത് ഒരു മാന്ത്രിക പുഴയുണ്ട്. അതിലെ വെള്ളം കുടിച്ചാൽ എത്ര വലിയ അസുഖവും മാറും. ഓഹോ, അത് കൊള്ളാമല്ലോ. എവിടെയാണത്? അങ്ങനെ ചോദിച്ചാൽ ധീരനും ദയാലുവുമായിട്ടുള്ളവർക്കേ അത് കണ്ടെത്താനാകൂ. അയ്യേ, ഇതൊരു പഴങ്കഥ പോലെയുണ്ട്. അങ്ങനെ ഒരു പുഴയുണ്ടെങ്കിൽ എന്നേ ആരെങ്കിലുമൊക്കെ അത് കണ്ടെത്തിയേനെ. കൂട്ടുകാരെ, പലരും ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. അത്യാഗ്രഹികൾക്കും അതിമോഹികൾക്കും ഇത് കണ്ടെത്താനാകില്ല. ശുദ്ധമായ ഹൃദയമുള്ളവർക്ക് മാത്രമേ ഇത് കണ്ടെത്താനാകൂ. അങ്ങനെ ഒരു പുഴയുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇത് കണ്ടെത്തണം. ടൈറോ തീരുമാനിച്ചു. തിരിച്ചു വീട്ടിലെത്തിയ ടൈറോ മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി, ഞാൻ ഈ മാന്ത്രിക പുഴ മുത്തശ്ശിക്ക് വേണ്ടി കണ്ടെത്തിയാലോ? ടൈറോ, ഇത് വെറും ഒരു പഴങ്കഥയാണ്. പക്ഷേ ടൈറോയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ മാന്ത്രിക പുഴ കണ്ടെത്താനുള്ള യാത്ര ആരംഭിച്ചു. ഉൾക്കാട്ടിലൂടെ ധൈര്യത്തോടെയും പ്രതീക്ഷയോടെയും നടന്നു നീങ്ങുമ്പോൾ അവൻ മുള്ളുകൾ നിറഞ്ഞ ഒരു വഴിയിലെത്തി. ശ്രദ്ധയോടെ അതിലൂടെ നുഴഞ്ഞു നടക്കുന്നതിനിടയിൽ ഒരു കരച്ചിൽ കേട്ടു. കാട്ടുവള്ളികളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കുട്ടി കുരങ്ങന്റേതായിരുന്നു ആ കരച്ചിൽ. അമ്മേ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്നെന്നെ രക്ഷിക്കണേ. കുഞ്ഞിക്കുരങ്ങാ, നീ കരയണ്ട, ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ രക്ഷിക്കാം. രക്ഷപ്പെട്ട കുഞ്ഞിക്കുരങ്ങൻ പറഞ്ഞു, നന്ദി ടയറോ. നീ എപ്പോഴെങ്കിലും വഴി തെറ്റിയാൽ മിന്നാമിനുങ്ങുകൾ നിന്നെ സഹായിക്കാൻ എത്തും. സംതൃപ്തിയോടെ അവൻ യാത്ര തുടർന്നു. രാത്രിയായി. കൂരാകൂരിരുട്ടു. മുന്നോട്ടുള്ള വഴി അവന് കാണാൻ പറ്റാതായി. അപ്പോഴാണ് കുഞ്ഞിക്കുരങ്ങന്റെ വാക്കുകൾ അവൻ ഓർത്തത്. പെട്ടെന്ന് അവന് ചുറ്റും തിളങ്ങുന്ന മിന്നാമിന്നികൾ പ്രത്യക്ഷപ്പെട്ടു. ഹായ് മിന്നാമിന്നികളെ, വഴി കാണിച്ചതിൽ ഒരുപാട് നന്ദി. അങ്ങനെ അവൻ കുത്തിയൊഴുകുന്ന ഒരു പുഴയുടെ അടുത്തെത്തി. പുഴയ്ക്ക് കുറുകെ കിടക്കുന്ന മരത്തിലൂടെ മെല്ലെ മെല്ലെ അവൻ നടന്നു. വളരെ ശ്രദ്ധിച്ച് നടക്കണം. അട്ടി തെറ്റിയാൽ വെള്ളത്തിൽ വീഴും. അവൻ ചിന്തിച്ചു. നദി മുറിച്ചു കടന്ന അവൻ മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. ഇവിടെ വഴുക്കലുള്ള ഇടുങ്ങിയ ഒരു വഴി കണ്ടു. സകല ധൈര്യവും ഉപയോഗിച്ച് ആ വഴിയിലൂടെ അവൻ മുന്നോട്ട് നീങ്ങി. ഇത് തന്നെയാവും വഴി. നടന്നവൻ തിളങ്ങുന്ന കണ്ണുകളുള്ള മനോഹരമായി സംസാരിക്കുന്ന മരങ്ങളുള്ള ഒരത്ഭുത സ്ഥലത്തെത്തി.
നിന്നിലുള്ള കരുണയും സ്നേഹവും പ്രകടമാകും. അപ്പോൾ മുന്നോട്ടുള്ള വഴി താനേ തെളിയും. മരങ്ങൾ പറഞ്ഞു. പറക്കാൻ പറ്റാതെ താഴെ വീണ് കിടക്കുന്ന ഒരു കുഞ്ഞു കിളിയെ അവൻ കണ്ടു. ടൈറോ തന്റെ കുഞ്ഞു കൈകൊണ്ട് അതിനെ എടുത്ത് കൂട്ടിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞിക്കിളിയേ, ഇനി താഴെ വീഴാതെ ശ്രദ്ധിക്കണേ. പെട്ടെന്ന് തിളങ്ങുന്ന ഒരു മാന്ത്രിക പാത അവന്റെ മുന്നിൽ രൂപപ്പെട്ടു. അതിലൂടെ അവൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ അതാ വെട്ടിത്തിളങ്ങുന്ന ഒരു മാന്ത്രിക പുഴ. പുഴ അവനോട് പറഞ്ഞു, നീ നല്ല ഹൃദയമുള്ളവനും ധൈര്യശാലിയുമാണ്. ഈ മാന്ത്രിക ജലം ആവശ്യത്തിന് എടുത്തുകൊള്ളൂ. ഹായ് ഹായ്, ഇത് ശരിക്കും മാന്ത്രിക പുഴ തന്നെയാ. സന്തോഷത്തോടെ അവൻ ഒരു ഇലക്കുമ്പിളിൽ അത്ഭുത ജലം ശേഖരിച്ചു. നിന്റെ മനസ്സുപോലെ തന്നെ ശരീരവും വെട്ടിത്തിളങ്ങട്ടെ എന്ന് പുഴ അവനെ ആശീർവദിക്കുകയും ചെയ്തു. സംതൃപ്തിയോടെ തിരിച്ചവൻ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ അവൻ മുത്തശ്ശിക്ക് മാന്ത്രിക ജലം നൽകി. അത് കുടിച്ചതോടെ അവർ പൂർണ്ണ ആരോഗ്യവതിയായി മാറി. മുത്തശ്ശി ടൈറോയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷം പങ്കുവച്ചു. അങ്ങനെ കാട്ടിലുള്ള മൃഗങ്ങൾ എല്ലാവരും ഒത്തുകൂടി ടൈറോയുടെ ധീരതയെ പ്രശംസിച്ചു. അന്ന് രാത്രി നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, മാന്ത്രിക പുഴ വെറുമൊരു കഥയല്ല, അതൊരു സത്യമാണ്. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത് കൂട്ടുകാരെ? ദയയും ധൈര്യവുമാണ് ഏറ്റവും വലിയ മാന്ത്രികത. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാകുകയാണ് ചെയ്യുന്നത്. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.